2025 പുതിയതായി തിരിച്ചറിഞ്ഞ ഡൈനോസറിന് ന്യൂട്നോസോറസ് കാമ്പനിസിസ് എന്നാണ് പേര് കൊടുത്തത്. ഇത് ഏത് ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥമാണ് പേര് നൽകിയെന്നാണ് ഉത്തരവ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഐസക് ന്യൂട്ടൺ. പക്ഷേ ഇത് തെറ്റാണ്. അതൊരു ഏകദേശം 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓസ്ട്രേലിയയിലെ ഭൂപ്രദേശങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി, അതായത് ന്യൂഗിനിയയിൽ നിന്നൊക്കെ താൻസാനിയൻസ് കംപ്ലീറ്റ്ലി അപ്രത്യക്ഷമായിപ്പോയി. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ സ്പൈക്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പെൺപക്ഷികൾക്ക് 3.6 മീറ്റർ, അതായത് നമ്മൾ 12 അടി ഉയരം വരുന്നൊരു ജീവിയാണ്. ആയിരത്തി 1993 ഇറങ്ങിയൊരു സിനിമ ലോകത്തെ മുഴുവനായി മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ജുറാസിക് പാർക്ക്. നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. ജുറാസിക് പാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരിക മൊസ്കിറ്റോ, ആംബർ പശ, DNA ഇതെല്ലാം കൂടി വെച്ചിട്ട് ഡിനോസർ ബാക്ക് ടു ലൈഫ്, ഇതായിരുന്നു ആ സിനിമയുടെ കോൺസെപ്റ്റ്. ബട്ട് 2026 സയൻസ് പറയുന്നത് ദിസ് ഡ്രീം ഈസ് ഇംപോസിബിൾ ആണോ, പോസിബിൾ ആണോ ഞാൻ ഇതിൽ പറയാട്ടോ. ബട്ട് സംതിങ് യുവർ ക്രേസി തിങ്സ് ആർ ഹാപ്പനിങ്. യെസ്, ഡിനോസർ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വ്യക്തമായി പറയുന്നതായിരിക്കും. ബട്ട് സയൻറ്റിസ്റ്റ് ആർ ട്രൈങ് ടു റീബിൽഡ് ദം ഫ്രം എ ലിവിംഗ് ആനിമൽ. സോ വെൽക്കം ബാക്ക് ടു പ്രൊജക്ട് ജുറാസിക് Part 2 powered by Returns by Again. സോ പ്രൊജക്ട് ജുറാസിക്കിൻ്റെ പാർട്ട് 2 വീഡിയോനെ നമ്മൾ ടോട്ടൽ 6 സെഗ്മെൻ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ സെഗ്മെൻറ്റ് 1 എന്ന് പറയുന്നത് വി ക്യാൻ റിയലി ബ്രിങ് ഡൈനോസേഴ്സ് ബാക്ക്, ഇതാണ് ഒന്നാമത്തെ സെഗ്മെൻറ്റ്. സെഗ്മെൻറ്റ് 2 ചിക്നോസോറസ്. കഴിഞ്ഞ വീഡിയോൻ്റെ എൻഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിക്നോസോറസ് എന്താണെന്ന് അറിയാൻ ഈ വീഡിയോ കാണാമെന്നുള്ളത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ചിക്നോസോറസ് എന്ന് പറയുന്നതായിരിക്കും. സെഗ്മെൻറ്റ് 3 എന്ന് പറയുന്നത് ദ റിയൽ ഡി എക്സ്റ്റിൻഷൻ. ഈസ് ദിസ് റിയലി ഹാപ്പനിങ്? എല്ലാവരും ചോദിക്കുന്നത് മിത്താണോ അല്ലയോ, എന്താണ് ഈ റിയൽ ഡി എക്സ്റ്റിങ്ഷൻ റിയലാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സെഗ്മെൻറ്റ് 3. ആൻഡ് സെഗ്മെൻറ്റ് 4 ദ ലേറ്റസ്റ്റ് ഡൈനോസോർ ഡിസ്കവറീസ് 2024-26 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതിവിടെ പറയാൻ റീസൺ ഉണ്ട്. സോ ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഡൈനോസോർ ഡിസ്കവറീസ് ഇൻ 2024-26 നമ്മളിതിൽ നോക്കുന്നതായിരിക്കും. ആൻഡ് സെഗ്മെൻറ്റ് 5 ഡൈനോസേഴ്സ് വർ നോട്ട് ബോറിംഗ്. ആൻഡ് സെഗ്മെൻറ്റ് 6 ദ ഫ്യൂച്ചർ ഡൈനോസോർ ഡിസ്കവറീസ് ദ ഫ്യൂച്ചർ ഡൈനോ സയൻസ് ആണ് നമ്മൾ 6ാമത്തെ സെഗ്മെൻ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. സോ ദ സെഗ്മെൻറ്റ് 1, ക്യാൻ വി റിയലി ബ്രിങ് ഡൈനോസേഴ്സ് ബാക്ക്? സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറയാം, ഡൈനോസേഴ്സിനെ ക്ലോൺ ചെയ്യാൻ പറ്റില്ല. വൈ? ദ DNA സർവൈവൽ ലിമിറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. സയൻസ് പറയുന്നത് DNA-ൻ്റെ ഒരു ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 521 വർഷങ്ങളാണ്. അതായത് നമ്മളൊരു 521 വർഷങ്ങളാണ് അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് 1.5 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഇത് അൺറീഡബിൾ ആണ്. ബട്ട് ഡിനോസർ എക്സ്റ്റെൻഡ് ആയതെന്താ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, 66 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. സോ അതിൻ്റെ മീനിങ് എന്താ? DNA കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ് ആയി. ഇവൻ ആംബറിൽ പ്രിസർവ് ചെയ്ത് വെച്ച് ലാമിനേറ്റ് ചെയ്തു എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമുള്ള DNA-ക്ക് ഇതിലൊന്നും സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇനി ഈ ജുറാസിക് പാർക്കിൻ്റെ കോൺസെപ്റ്റ് സയൻറ്റിഫിക്കലി റോങ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ഒറ്റയടിക്ക് പറയാം, ഡിനോസർ ക്ലോണിങ് ഈസ് 100% ഈസ് ഇമ്പോസിബിൾ. ഇപ്പോൾ അതിനൊരു ഉത്തരമായല്ലോ. ഇനി സെഗ്മെൻറ്റ് 2 ചിക്നോസോറസ്. ചിക്നോസോറസ് എന്ന് പറയുന്ന ഒരു റിയൽ പ്രൊജക്റ്റാണ്. പക്ഷേ ഞാൻ വേറൊരു കാര്യം മറന്നുപോയി, ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇപ്പോൾ ഇത് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ഇതിലും വിട്ടു. കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് നമ്മൾ തലങ്ങും വിലങ്ങും ഒരു ഡിനോസർ നടക്കുന്ന കാണിച്ചിട്ട് നമ്മൾ അവനെക്കുറിച്ച് പറഞ്ഞില്ല, അതിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതിന് ഒരു റീസൺ അത് ജുറാസിക് പാർക്കിൻ്റെ ഫസ്റ്റ് മൂവിയിലില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ഉപയോഗിച്ചിരുന്ന കഥകളിൽ നമ്മൾ ആനിമേഷൻ ഞാനിപ്പോൾ അതിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഇതിൽ പോകുന്ന ഇവനാണ് സ്റ്റെഗോസോറസ്. ഈ സ്റ്റെഗോസോറസിനെ നമ്മൾ മറന്നുപോയി. സോ സ്റ്റെഗോസോറസ് എന്നുള്ള പേര് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ നമ്മൾ ഏത് പാർക്കിൽ പോയാലും, ഏത് ഇപ്പോൾ വണ്ടർലയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു കാട്ടിനുള്ളിലൊക്കെ ഡിനോസേഴ്സിൻ്റെ ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബയോ പാർക്കുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തായാലും കാണാൻ പറ്റുന്ന ഒരു ഡിനോസറാണ് സ്റ്റെഗോസോറസ്. ഇത് ഏകദേശം 155 മുതൽ 155 മില്യൺ ഇയേഴ്സ് മുമ്പ് ജീവിച്ചിരുന്നൊരു ജീവിയാണ്. ഒരു ബസ്സിൻ്റെ സൈസുള്ളൊരു ജുറാസിക് ഹെർബിവോസ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിനോസറാണ്. 30 ഫീറ്റ് ലോങ്ങുള്ളൊരു ഡിനോസർ. ഇതിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പുറത്ത്, ഇതിൻ്റെ മുതുകത്തേറ്റ് നമ്മൾ മുതലേൻ്റെ ഒക്കെ പുറത്ത് മുള്ളു നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ കൈതച്ചക്ക പൈനാപ്പിളിന് മുള്ളല്ലേ മുള്ളുള്ള പൈനാപ്പിൾ പോലത്തെ ഒരു ഡിനോസർ എന്ന് പറയാം. പൈനാപ്പിൾ പോലത്തെ ഡിനോസർ അല്ല, അതിൻ്റെ ബോൺ പ്ലേറ്റ്സ്, അത് ഇങ്ങനെ റോസ് ആയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്ലേറ്റ്സ് ആയിട്ടുണ്ടാവും. ഒരു ഡിഫെൻഡ് മെക്കാനിസം കൂടിയാണ് ഓൾ ഓവർ. ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് പറയുന്നത് അതിൻ്റെ ബോഡി ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റെഗുലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണെന്നാണ് പറയപ്പെടുന്നത്. സോ സ്റ്റെഗോസോറസിൻ്റെ ഒരു
മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഹെർബിവേഴ്സ് ആണ്. 4 കാലിൽ ഫുള്ളി ആർമോർഡ് ആയിട്ടുള്ള ഒരു ഡൈനോസറാണ്, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ഡൈനോസറാണ്. ഇതൊരു ലേറ്റ് ജുറാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയാണ്. പിന്നെ ഇതിൻ്റെ വാലിൽ സ്പൈക്സ് ഉണ്ട്. നിങ്ങൾ ജുറാസിക് പാർക്ക് 2, അതായത് നമ്മുടെ ലോസ്റ്റ് വേൾഡ് ജുറാസിക്, സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ മൂവിയാണ്. 95 ലോസ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവൽ മൈക്കൽ ക്രിട്ടൺ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സെക്കൻഡ് മൂവിയായ ജുറാസിക് ഫ്രാഞ്ചൈസിൽ വരുന്ന 2ാമത്തെ മൂവി ആയിട്ടുള്ള ജുറാസിക് പാർക്ക് ലോസ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞ മൂവിയിൽ നിങ്ങൾ ആ സ്റ്റെഗോസോറസിൻ്റെ സീൻ കണ്ടിട്ടുണ്ടാവും. അതായത് സെയറ ഒരു ബേബി ഡൈനോവായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. ഈ മൂവിയിൽ ഈ ജുറാസിക് പാർക്ക് 1 വെച്ച് നോക്കുമ്പോൾ 2ൻ്റെ അകത്ത് ഒരുപാട് എൻകൗണ്ടേഴ്സ് ഉണ്ട്. അത് ഡയറക്റ്റ് എൻകൗണ്ടേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റെഗോസോറസിനെയാണ് കാണിക്കുന്നത് പാർട്ട് 2. അതുകൊണ്ട് നമ്മളെ വീഡിയോ പാർട്ട് 2 നമുക്ക് സ്റ്റെഗോസോറസിനെ കുറിച്ച് കുറച്ച് പറയാമെന്ന് വിചാരിച്ചു. സോ ഈ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 129 മിനിറ്റാണ് മൂവിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത്. ബോക്സ് ഓഫീസിൽ $618 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളൊരു മൂവിയൊക്കെയാണ്. സോ ബാക്ക് ടു സ്റ്റെഗോസോറസ്. നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ നമ്മളങ്ങ് കുറേ കാട് കയറിപ്പോകും. സോ വടക്കേ അമേരിക്കയിൽ, അതായത് ഇന്നത്തെ വടക്കേ അമേരിക്കയിലായിരുന്നു സ്റ്റെഗോസോറസ് ജീവിച്ചിരുന്നത്. ദിനോസറുകളുടെ സസ്യബുക്കുള്ളൊരു പ്രധാന വിഭാഗമാണ് സ്റ്റെഗോസോറസ് എന്ന് പറയുന്നത്. പക്ഷേ 2006 നമ്മുടെ പോർച്ചുഗലിലും ഇവിടെ ഫോസിൽസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും മാസീവായിട്ടുള്ള ഈ ഒരു ബോഡി വെച്ചിട്ട് ഏകദേശം 15 മുതൽ 18 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടാൻ ഇതിന് പറ്റും. അപ്പോൾ നിങ്ങൾ ജുറാസിക് പാർക്ക് 2 കുറച്ചുകൂടി വലുപ്പത്തിലാണ് അവർ ആ സിനിമയിൽ അത് കാണിക്കുന്നത്. അത്ര വലുപ്പമില്ലെങ്കിലും ഏകദേശം ആ ഒരു വലുപ്പത്തോളം ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു 2 ഡബിൾ ടക്കർ ബസ് 3 വെച്ച വലുപ്പമാണ് ആ സിനിമയെ കാണിക്കുന്നത്. നിങ്ങൾ ആ സെയറ ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് ആ ബേബീനെ കാണാൻ നേരത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നില്ലേ? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിൻ്റെ വാലിൽ 4 സ്പൈക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മൂവിയിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ സാറ ഓടിയ പൊത്തിൻ്റെ ഉള്ളിലേക്ക്, മരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നൊരു അടിയുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ സ്പൈക്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ബാക്ക് ടു നമ്മുടെ റിയൽ സെഗ്മെൻറ്റ് ടു ചിക്നോസോറസ്. സോറി, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് കാരണം ഇത് ഞാൻ വിട്ടു, അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത്. നൗ ദ ട്വിസ്റ്റ്, DNA ഇല്ലെങ്കിൽ സയൻറ്റിസ്റ്റിനെ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. അതായത് ബേർഡ്സ് ആണ് ലിവിങ് ഡിനോസേഴ്സ്. നമ്മൾ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്കതായിരിക്കും ബേർഡ്സ് ആണ് ഡിനോസർ. സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. സോ ഡൈനോസേഴ്സിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മളെ എങ്ങനെ ബിൽഡ് ചെയ്യും? നമുക്ക് DNA ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തുപയോഗിക്കാം? ചിക്കൻ ഉപയോഗിക്കാം, നമ്മുടെ ചിക്കൻ, കോഴി. അപ്പം ഈ ചിക്കനെ ഉപയോഗിച്ച് ഡൈനോസറിൻ്റെ ജീനിൽ അല്ലെങ്കിൽ ഡൈനോസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേരാണ് ചിക്നോസോറസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്. ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ഇവോ, അതായത് എവല്യൂഷണറി ഡെവലപ്മെൻറ്റൽ ബയോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയിൽ വരുന്നതാണ്. ഈ ഇവോഡോയിൽ ആണ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ചിക്കൻ്റെ എംബ്രോയിൻ്റെ അകത്ത് നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഡൈനോസേഴ്സിൻ്റെ ജീൻസ് ഉണ്ടാവുമല്ലോ, അതെന്തായാലും അതിൻ്റെ കൂടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്യാം. അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ടെയില്, പിന്നെ ടീത്ത്, ക്ലോ, സ്നൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കും വായൊക്കെ ചേർന്നിട്ടുള്ളൊരു, ഈ പന്നി, പട്ടി പോലത്തെ ജീവികൾക്കൊക്കെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ലേ, ഫേസ്, കരടിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ഈ 2 യൂണിറ്റ് ഒരുമിച്ച് വരുന്ന ഈ ഒരു സ്നൗട്ട് എന്ന് പറയുന്നത്. സോ ഇതിനെ റിവേഴ്സ് എവല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി നമുക്ക് ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അതിനകത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് 2025-26 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ടീത്ത് എന്ന് പറഞ്ഞാൽ ബേർഡ്സിന് ഓൾറെഡി അതിൻ്റെ ടൂത്ത് ഉണ്ട്, അതിൻ്റെ ജീൻസ് അതിൻ്റെ ഉള്ളിലുണ്ട്. സോ സയൻറ്റിസ്റ്റ് അതിനെ ട്രിഗർ ചെയ്യാം. അപ്പോൾ ഒരു ക്രൊക്കഡോയിൽസിനൊക്കെ വരുന്ന പോലത്തെ ഒരു ടീത്ത് നമുക്കതിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നത് എക്സാക്ട് റീലല്ല എയിൽ ഞാൻ ജനറേറ്റ് ചെയ്തതാണ്. ഇനി സ്നൗട്ട്, അത് അതിൻ്റെ അതിൻ്റെ ഒരു ഫോർമേഷൻ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വെലോസിറോസ് റാപ്റ്ററിൻ്റെ അങ്ങനത്തെ ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടൊരു ബ്രേക്ക് ത്രൂ 2023 സയൻറ്റിസ്റ്റ് ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ടെയിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഇൻഫ്ലമേഷൻ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെയിൽസ് ഗ്രോ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. സോ ശരിക്കുള്ള റിയാലിറ്റി വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫുൾ ഒരു ഡൈനോസർ ഇങ്ങനത്തെ ഒരു ചിക്നോസോറസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പിന്നെ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് ചോദിക്കരുത്. ബൈ മൾട്ടിപ്പിൾ ജീൻസിൻ്റെ ഒരു സിങ്ക്രണൈസേഷൻ ചെയ്താൽ മാത്രമേ നമുക്കിത് പോസിബിൾ ആവുള്ളൂ. സോ ഈ പ്രൊജക്റ്റ് നിലവിലുണ്ട്. വൺസ് ഒരു ചെറിയൊരു ചേഞ്ചസ് ഇതിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ബോഡി അതിനെ അഫക്റ്റ് ചെയ്യും. സോ ഇത് എംബ്രോയിനെ സർവൈവ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലമാണ് മെയിൻ ആയിട്ടുള്ളത്. നിങ്ങൾ ജുറാസിക് പാർക്കല്ല, നമ്മുടെ അമേസിംഗ് സ്പൈഡർമാനിൽ സീൻ കണ്ടിട്ടുണ്ടാവില്ലേ, പീറ്റർ പാക്കറിൻ്റെ പ്രൊഫസറിൻ്റെ കൈ ഉണ്ടാവില്ല. അപ്പോൾ കൈ ഇതാവാൻ വേണ്ടിയിട്ട് പല്ലിക്ക് വാല് മുളച്ചു വരുന്ന അതേ ഒരു കോൺസെപ്റ്റിൽ അവരിങ്ങനെ പല DNA ഇതാകുന്ന അതിൻ്റെ പല ജീവികളിലും പല പ്രശ്നം വരും. എലിക്ക് വരുമ്പോൾ എലിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടും, അങ്ങനെ ഫെയിൽ ആയി ലാസ്റ്റ് അത് മാച്ച് ആവുന്നൊരു ജസ്റ്റ് മൂവിയിൽ റെഫറൻസ് എടുത്താണ്. അപ്പോൾ ആ ഒരു സീൻ എനിക്ക് പെട്ടെന്ന് ഇവിടെ ഓർമ്മ വന്നു, അത് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ പ്രൊജക്ട് സ്റ്റിൽ എക്സ്പെരിമെൻറ്റിലാണ്.
എക്സ്പെരിമെൻ്റ് സ്റ്റേജിൽ തന്നെ നടക്കുന്നുണ്ട്. അതിന് നമ്മുടെ ജോൺ ഹോക്കർ പോലെയുള്ള ആൾക്കാർ അതിൻ്റെ ലീഡ് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. സോ കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ ടിക്നോസോറസ് എന്ന് പറയുന്നത് ഒരു പോസിബിൾ തിയറിയിൽ പോസിബിളാണ്, ബട്ട് നോട്ട് റിയൽ ആയിട്ടില്ല. ബട്ട് ഉടനെ അത് റിയൽ ആവില്ല എന്ന് പറയാൻ പറ്റില്ല. മേ ബി ഫെയിൽ ആവുകയാണെങ്കിലും അതിൻ്റെ വരുന്ന അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സെഗ്മെൻറ്റ് 3, ദ റിയൽ ഡി എക്സ്റ്റെൻഷൻ ഈസ് ദിസ് ഹാപ്പനിങ്. അതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത് വെറുതെ നമ്മുടെ സൈഫൈ മൂവീസിൽ പറയുന്ന പോലെയുള്ള ഒരു വലിയൊരു കാര്യമാണോ, അത് ശരിക്കും പോസിബിൾ ആണോ എന്നൊക്കെ. ഡയനോസേഴ്സ് ഇല്ല, ബട്ട് എക്സ്റ്റിൻഡ് ആയ ആനിമൽസിനെ നമുക്ക് ബ്രിങ് ബാക്ക് ചെയ്യും, അല്ലെങ്കിൽ തിരിച്ച് കൊണ്ടുവരാം എന്ന് പറയുന്നൊരു പ്രോസസ് ഉണ്ട്. അപ്പോൾ കൊണ്ടുവരാൻ പറ്റും, എന്നാൽ കൊണ്ടുവരാൻ പറ്റും അങ്ങനെയല്ല ഇപ്പോഴത്തെ കഥ. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഡെയർ വോൾഫിന് 2025 ഏപ്രിലിൽ തന്നെ സയൻറ്റിസ്റ്റ് അതിൻ്റെ ഡെയർ വോൾഫിലേക്ക് പപ്സിന് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിനൊരു ജീനോം എഡിറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് CRISPR എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. CRISPR Cas9 എന്ന് പറയും. അതായത് ക്ലസ്റ്റേർഡ് റെഗുലേറ്ററി ഇൻ്റർസ്പേസ് സ്ലോട്ട് പാലൻഡ്രമിക് റിപ്പീറ്റ്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. ഇതൊരു ഒന്നുമില്ല, ഒരു റെവല്യൂഷണറി ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. അത് മെയിനായിട്ട് നമ്മൾ നാച്ചുറലി ഒക്കറിങ് ചെയ്യുന്ന ബാക്ടീരിയസിൻ്റെ ഇമ്മ്യൂൺ ഡിഫൻസ് സിസ്റ്റം ഉണ്ടല്ലോ, അതൊക്കെ ബേസ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബേസ്ഡ് ഓൺ ഗ്രേ വോൾഫിനെ വെച്ചിട്ടാണ് ഇതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓൾറെഡി പബ്സ് 4 പേരുണ്ട്. അതിന് കുറച്ച് പേരും റീമസും റൊമൽസിനെ കൊണ്ടുവച്ച് കിങ്സിൻ്റെയും ഒക്കെ അങ്ങനത്തെ പേരൊക്കെ വെച്ചിട്ടാണ് അതിനെ ഉണ്ടാക്കിയത്. ബട്ട് ഒരു കാര്യം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഒറിജിനൽ ഡെയർ വോൾഫ് അല്ല, ജനറ്റിക്കലി മോഡിഫൈഡ് ഹൈബ്രിഡ് ആണ്. ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഡൈനോസേഴ്സ് ലവേഴ്സിന്, എന്നെ പോലെയുള്ള ആൾക്കാർക്ക്, നമ്മളെ പോലുള്ളവർ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഏകദേശം അത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരെന്തായിരിക്കും? ഇൻഡോമിനസ് റെക്സ്. സോ ഇൻഡോമിനസ് റെക്സിനെ കുറിച്ച് 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചു. ഇൻഡോമിനസ് റെക്സ് എന്ന് പറയുന്നത് ജുറാസിക് വേൾഡിൽ കാണിക്കുന്ന ഒരു ഡിനോസറാണ്. കംപ്ലീറ്റ്ലി ജനറ്റിക്കലി മാനുഫാക്ചേർഡ് ഹൈബ്രിഡ്, അങ്ങനെയാണ് അതിനെ അവർ വിശേഷിപ്പിക്കുന്നത്. അവരങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്. ഒരു 30 നോട്ട്സിൽ വരെ ഓടാൻ കഴിവുള്ള ആ പെഡോക്കിൻ്റെ ഉള്ളിൽ നിന്ന് അവർ അത് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ആ മൂവി വരുമ്പോൾ പറയാമെന്ന് വിചാരിച്ചാൽ എന്നാലും 2-3 വാക്ക് പറയാം. അത് റോർ ചെയ്യുന്ന സമയത്ത് 140-160 ഡെസിബിൾ വരെയാണ്. അതായത് ഇറ്റ് ഓൾമോസ്റ്റ് സിമിലർ ടു ബോയിങ് 747 ടേക്ക് ഓഫ് പോലെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മൾട്ടിപ്പിൾ DNA വെച്ചിട്ടാണല്ലോ അവർ ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വന്നിട്ട് ഇവർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനെ കാണില്ല, തെർമൽ ഡിറ്റക്ഷനിൽ കാണില്ല, പിന്നെ എവിടെയും ക്യാമറകളൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതിൽ അത് ഉപയോഗിച്ചിരുന്ന മൾട്ടിപ്പിൾ DNA വെച്ചിട്ട് അതിനെക്കൊണ്ട് അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു, ക്യാമഫ്ലാഗ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ഹൈഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അത് സിനിമയിലെ കഥ. നമുക്ക് തിരിച്ച് റിയൽ പ്രോജക്റ്റിലേക്ക് തന്നെ വരാം. ഞാനത് കിട്ടി ക്യാൻസലൊക്കെ പറഞ്ഞു തന്നു. സോ ദ മാമത്ത് പ്രോജക്റ്റ്. മാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ടാർഗറ്റാണ്, ഒരു വോളി മാമത്തിനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എലിഫൻ്റ് DNA എഡിറ്റ് ചെയ്യുക, പിന്നെ കോൾഡിൻ്റെ അഡാപ്ഷൻ, ഫ്ലാറ്റ് ഓർ ഫെറി, ഒരു പഫി ആയിട്ടുള്ളൊരു ജീവിയാണല്ലോ ഭയങ്കര. നമുക്ക് മാമത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഐസേജ് ആയിരിക്കും മനസ്സിലേക്ക് വരിക. ഐസേജുള്ള ആ ഒരു ആനയെ നമുക്ക് നേരിട്ട് 2028 കാണാൻ പറ്റും. 2028 മറ്റൊരു അപ്ഡേറ്റും കൂടി ഉണ്ട്. അതൊരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഫ്രം യൂണിവേഴ്സൽ പിക്ചേഴ്സ്. ഫ്രം എന്ന് പറയാൻ പറ്റില്ല, ലീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വെച്ചാൽ ജുറാസിക് വേൾഡിൻ്റെ പുതിയൊരു മൂവി, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. 2027-28 ടൈമിലായിരിക്കും ആ മൂവി വരിക. ജുറാസിക് വേൾഡ് 5 അല്ലെങ്കിൽ ലിബറേഷൻ എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ പേര് വരാൻ സാധ്യത. അപ്പോൾ അങ്ങനെ ഒരു മൂവിയും കൂടി വരുന്നുണ്ട്. എന്താവും എന്തോന്ന് കണ്ടറിയാം. പിന്നെ അതർ പ്രൊജക്ട്സ് വന്ന് സയൻറ്റിസ്റ്റ് ആർ വർക്കിംഗ് ഓൺ ടാൻസാനിയൻ ടൈഗർ. ടാൻസാനിയൻ കടുവ എന്ന് പറയുന്നത് ടൈലാസിസ് സൈനോസെലോഫസ് എന്ന് പറയുന്ന ഒരു പൊതുവായിട്ടൊരു പേര് ഇതിനുണ്ട്. പക്ഷെ എന്നാലും അത് ടാൻസാനിയൻ കടുവയായിട്ടാണ് പറയുന്നത്. ഇതൊരു കടുവയോ ചെന്നായോ ഒന്നല്ല. അത് കൂടുതലും നമുക്ക് അതിനൊരു അടുത്ത് വെക്കാൻ പറ്റുന്ന കങ്കാരു ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇമേജ് കാണുമ്പോൾ ചോദിക്കും ഇത് പട്ടിയാണോ കടുവയാണോ കങ്കാരു ആണോ, എല്ലാ ജീവിയും കൂടി ഉണ്ട്. ഇത് കങ്കാരും ടാൻസ്മാനിയൻ ഡെവിളുകളും ഒക്കെ ആയിട്ട് കൂടുതൽ അതുമായിട്ടാണ് ഒരു ബന്ധമുള്ളൊരു ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു അതുല്യമായ ഒരു മൃഗമായിരുന്നു ടാൻസ്മാനിയൻ കടുവ എന്ന് പറഞ്ഞത്. അതുപോലെ ഈ ടാൻസ്മാനിയൻ ഡെവിളുകൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വേൾഡിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് കാർണിവൽ സർവൈവിങ് കാർണിവേഴ്സ് മാർസുപ്പീരിയൽസ് ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ഡെവിലുകൾ, അത് ടാൻസ്മാനിയൻ ഡെവിലുകൾ. അതൊരു ഏകദേശം 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓസ്ട്രേലിയയിലെ ഭൂപ്രദേശങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി, അതായത് ന്യൂഗിനിയയിൽ നിന്നൊക്കെ ടാൻസാനിയൻസ് കംപ്ലീറ്റ്ലി അപ്രത്യക്ഷമായിപ്പോയി. അതായത് 20-ാം നൂറ്റാണ്ടിൽ വംശനാശം സംഭവിക്കുന്നത് വരെ ആധുനിക കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മാംസബുക്കുള്ള ഒരു മാർസുപ്പീരിയർ ആയിരുന്നു ഈ പറഞ്ഞ ടാൻസാനിയൻ കടുവകൾ. കുഞ്ഞുങ്ങളെയൊക്കെ ചുമക്കാൻ പെൺസഞ്ചി, നമ്മുടെ കങ്കാരുവിനെ പോലെയുള്ള പെൺസഞ്ചിയൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന എക്സ്റ്റെൻഡ് ആയി പോയെന്ന് പറയുമ്പോൾ തന്നെ അധികം ആൾക്കാർക്കും ആദ്യം ഓർമ്മ വരെ ഈ പറഞ്ഞ, എനിക്കൊക്കെ ഓർമ്മ വരെ ഈ ബേർഡിനെയാണ്, ഡോഡോ ബേർഡ്. വലിപ്പം കൂടിയതും പറക്കാൻ കഴിയാത്തതുമായ പക്ഷികളായിരുന്നു ഈ ഡോഡോകൾ. നമുക്ക് കാണുമ്പോൾ ഒരു അരയന്നത്തിനോട് രൂപദാർശ്യം ഉണ്ടെങ്കിൽ ഇത് അരയൻ, താറാവിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ജീവിയല്ല, പ്രാവുകളുടെ വർഗ്ഗത്തിലാണ് ഈ ഡോഡോ പക്ഷികൾ വരുന്നത്. 1 മീറ്ററോളം ഉയരവും ഏകദേശം 20 കിലോമീറ്റർ ഭാരമുള്ള ഒരു ജീവിയാണിത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ
മരത്തുനിന്ന് വീഴുന്ന പഴവർഗ്ഗങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഭക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് പറക്കാൻ പറ്റാത്തതും ഈ ഒരു ഭീമമായ വലുപ്പവും ഇതിനെ ഹണ്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി കൂടി. അപ്പോൾ ഇറച്ചിക്ക് വേണ്ടിയൊക്കെ അതിനെ പെട്ടെന്ന് കൂടുതൽ പിടിച്ചതിനെ കൊണ്ട് തന്നെ ഇത് ഭക്ഷണമായി പെടുകയും പെട്ടെന്ന് തന്നെ എക്സ്റ്റിൻ്റ് ആയി പോവുകയും ചെയ്തൊരു ജീവിയാണ് ഈ പറഞ്ഞ ഡോഡോ പക്ഷി. അടുത്താണ് ജയൻറ്റ് മോവ. ഈ ജയൻറ്റ് മോവ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിൽ മാത്രം കാണാൻ പറ്റുന്ന അതിനും പറക്കാൻ കഴിയാത്ത ഒരു ഭീമൻ പക്ഷിയാണ്. നമ്മുടെ ഒട്ടപ്പക്ഷീനൊക്കെ പോലത്തെ ഇതിൻ്റെ പെൺപക്ഷികൾക്ക് 3.6 മീറ്റർ, അതായത് നമ്മൾ 12 അടി ഉയരം വരുന്നൊരു ജീവിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ 200 കിലോഗ്രാമിൽ കൂടുതൽ 400 പൗണ്ടിലധികം ഭാരം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അന്നത്തെ ഒരു ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ സസ്യബുക്കുകളാണ് ഇത്. പോളിനേഷ്യൻ ആഗമനത്തിൻ്റെ തൊട്ട് പിന്നിൽ, അതായത് ഒരു 1400-1500 കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ വേട്ടയാടൽ മൂലം കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആയി പോയിട്ടൊരു ജീവിയായിരുന്നു. നമ്മളിതിൻ്റെ ജീനോംസ് ഓൾമോസ്റ്റ് ഫുള്ളി റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡി എക്സ്റ്റിൻഷൻ ഈസ് റിയൽ ആണ്. പക്ഷേ അതെന്ന് വെച്ചാൽ ഒരു വളരെ റീസെൻ്റ് ആയിട്ടുള്ള സ്പീഷീസിന് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ വളരെ ബാക്കിലുള്ള ഡിനോസറിൽ നിന്നും നമുക്ക് തിരിച്ചങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. പിന്നെ CRISPR എന്ന് പറയുന്ന ജീൻ ടെക്നോളജി, അതിൻ്റെ ഒരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ക്ലോണിങ്, ബാക്ക് ബ്രീഡിങ് തുടങ്ങിയ ഉന്നത ടെക്നോളജികൾ ഉപയോഗിച്ച് നമുക്ക് വംശനാശം വന്നതോ അല്ലെങ്കിൽ സമാനമായ ജീവികളുടെ ഒരു കോപ്പി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രശാഖയാണ്, അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രമാണ് ഡി എക്സ്റ്റിൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. പ്രധാനമായും നമ്മുടെ പരിസ്ഥിതിൻ്റെ പുനഃസ്ഥാപനം ലക്ഷ്യമിട്ട് കൊണ്ടിട്ടുള്ളൊരു കൊളോസൽ ബയോസയൻസ് എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ളൊരു പദ്ധതികൾക്കൊക്കെ ഉപയോഗിക്കുന്നൊരു രീതിയാണ്. അത് നമ്മുടെ മാമത്ത് അല്ലെങ്കിൽ ഏഷ്യൻ ആനേൻ്റെ ഹൈബ്രിഡ്, ഇതിനൊക്കെ നമുക്ക് ഈ ഒരു രീതി വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്താണ് സെഗ്മെൻറ്റ് 4, ദ ലേറ്റസ്റ്റ് ഡൈനോസേഴ്സ് ഡിസ്കവറീസ് ഇൻ 2024 and 2026. ഡൈനോസേഴ്സ് എന്തായാലും തിരിച്ചു വരുന്നില്ല, പക്ഷേ ഡിസ്കവറീസ് വളരെ എക്സ്പ്ലോർഡ് ആവുന്നുണ്ട്. എവറി ഇയർ ഒരു 50ഓളം പുതിയ സ്പീഷീസിനെ കണ്ടെത്തുന്നുണ്ട്. നമ്മൾ ടീറക്സിൻ്റെ തന്നെ പുതിയൊരു സ്റ്റോറി, അതായത് ആ ഒരു ഹിസ്റ്ററി ചേഞ്ച് ആയിട്ടുണ്ട്. 2024 വന്നൊരു ഡിസ്കവറി ടൈറനോസോറസിൻ്റെ മക്രിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറനോസോറസിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത മക്രിയൻസ് എന്നൊരു 71-73 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ന്യൂ മെക്സിക്കോ, അതായത് വടക്കേ അമേരിക്കയിൽ ജീവിച്ചിരുന്നായിരുന്നു ഇവ. അത് ടീറക്സിനേക്കാൾ അപ്പോൾ ഒരു 5 മുതൽ 7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. അത് ടീറക്സ് ഇവിടെ കുറച്ച് ഓൾഡർ ആയിട്ട് 5 to 7 മില്യൺ ഇയേഴ്സാണ് ഓൾഡർ. ഈ മക്രൈൻസിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതിന് ബലം കുറഞ്ഞത് ഇടുങ്ങിയതുമായൊരു ഈ തലയോടിൻ്റെ ഭാഗത്തിന് കുറച്ച് കട്ടി കുറവാണ്. കൂടാതെ കണ്ണുകൾക്ക് തൊട്ട് മുകളിലായിട്ട് ചെറുതും ഇങ്ങനെ പിന്നിലേക്ക് സ്ഥാനം പിടിച്ചിട്ട് ഒരു കൊമ്പ് പോലുള്ളൊരു പ്രൊജക്ഷൻ സിസ്റ്റം ഉണ്ട്. അത് ചിലപ്പം അതിൻ്റെ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അത് ഉപയോഗിച്ചിട്ടുണ്ടാവാം. അത് അവിടെ തന്നെ നമുക്ക് എവല്യൂഷൻ്റെ ടൈം ലൈനിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിനോസറിനെ 2024 ഡിനോസറിനെ എടുത്ത് പറഞ്ഞത്. പിന്നെ നാനോ ടൈറനസ് എന്ന് പറയുന്ന ഒരു ഡിനോസർ ഉണ്ട്. ഈ നാനോ ടൈറനസ് എന്ന് പറഞ്ഞൊരു മിസ്റ്ററി ആയിരുന്നു. അത് എല്ലാവരും അതിനൊരു വേറൊരു ബേബി ഡൈനോസർ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞത്. ആ ഒരു മിസ്റ്ററി സോൾവ് ആയിട്ടുണ്ട്. 67 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അവസാന ക്രിറ്റേഷ്യൻസിലെ മാട്രേഷ്യൻസ് കാലഘട്ടത്തിലായിരുന്നു ഇവ ഉണ്ടായത്. ഇപ്പോഴത്തെ പടിഞ്ഞാറൻ വടക്കേ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ടൈറനോസോറസ് ഡിനോസറിന്റെ ഒരു ജനുസാണ് ഈ നാനോ ടൈറനസ് എന്ന് പറയുന്നത്. അപ്പം ഇത്ര ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് എന്താണ്, ഇതൊരു ബേബി ടീറക്സ് ആണ്. നമുക്ക് കണ്ടാലും ഫസ്റ്റ് കണ്ടു ഇതൊരു ബേബി ടീറക്സ് ആണെന്ന് തോന്നും. അപ്പോൾ 2025 റിസർച്ച് പ്രകാരം അല്ല, ഇത് ബേബി ടീറക്സ് അല്ല, ഇതൊരു സെപ്പറേറ്റ് സ്പീഷീസ് തന്നെയാണ്. അതിൽ 150ഓളം ഡിഫറൻസ് ഉണ്ട്, സ്പീഷീസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്, നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ 2020 ഒരു പുതിയ ഒരു പ്രൊഡക്ടർ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. സ്പൈനോസോറസ് ഡിസ്കവറീസ് ആണ്. സ്പൈനോസോറിനാണ് പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. എൻ്റെ പേര് സ്പൈനോസോറസ് മിറാക്കുലസ് എന്ന് പറയുന്ന മിറാബിലസ്. ഇതിനെ ഫൗണ്ട് ചെയ്തിരിക്കുന്നത് February 2, ഈ വർഷം February തന്നെയായിരുന്നു. ഇതൊരു റിവർ ഹണ്ടർ ആണ്, ഫിഷിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 95 മില്യൺ ഇയേഴ്സ് ഒക്കെയാണ് കാണിക്കുന്നത്. ഇത് 40 ഫുട്ട് ലോങ് ഉണ്ട്, അതായത് 12 മീറ്റർ ഉള്ളൊരു ഭീമൻ പ്രൊഡക്ടറാണ്. ഇതിനൊരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനോസോറസ് ഇതിൻ്റെ പുറത്തിൽ, ഞാനിപ്പോൾ ഇമേജ് കാണിക്കാം, ഈ പുറത്ത് ഇങ്ങനെ കുറച്ച് ഉയരത്തിൽ മല പോലെയുള്ള ഒരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പഠിക്കാനും പെട്ടെന്ന് കണ്ടാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിനോസറാണ് ഈ സ്പൈനോസോറസ് എന്ന് പറയുന്നത്. ഇതിൽ ജുറാസിക് ഫ്രാഞ്ചൈസി നമ്മൾ മൂവിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ജുറാസിക് പാർക്ക് 3rd മൂവിയിൽ, അത് എനിക്ക് തോന്നുന്നു ആ മൂവിയിലെ ഏകദേശം ഏറ്റവും ചെറിയ മൂവി ഇതാ തോന്നുന്നു ജുറാസിക് പാർക്ക്. 92 മിനിറ്റോളാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വലിയ കളക്ഷനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. 368.8 മില്യൺ US$ കളക്ട് ചെയ്തൊരു പടമാണ് ഇത്. ഇതിൻ്റെ ഈ പടത്തിൻ്റെ ഒരു വേറൊരു പ്രത്യേകത വെച്ചാൽ ഇതിൽ കംപ്ലീറ്റ്ലി ആക്ട് ചെയ്ത ആൾക്കാരൊക്കെ നമുക്ക് അറിയുന്നവരൊക്കെ തന്നെയാണ്. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ക്രൂ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതിനെ ഈവൻ ഡയറക്ടർ ചെയ്തത് സ്റ്റീഫൻ സ്പിൽബർഗ് അല്ല, ജോ ജോൺസൺ ആണ് ഇതിൻ്റെ ഡയറക്ഷൻ്റെ പിന്നിലുള്ളത്. പിന്നെ സിനിമയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ഡിനോസർ. ഇതിനെ നമുക്ക് ഈ സിനിമേൻ്റെ ഓപ്പണിംഗ് തന്നെ ഇസ്ലാ നുബിലാറിന് പോയ ഒരു വിമാനം ഇറങ്ങുന്നതും ഇവർ അവിടെ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് തമ്മിൽ അടിയാവുന്നതും അവസാനം നമ്മുടെ ഡോക്ടർ ഗ്രാൻഡിനെ തല്ലി വണ്ടിയിൽ ഫ്ലൈറ്റിലിട്ടിട്ട് ഇവർ അവിടെ ഇറങ്ങുന്നു. ഇറങ്ങിയതിൽ പിന്നെ ഇവർ മനസ്സിലാക്കുന്നു ഇതിറങ്ങിയ തെറ്റാണ്, ഇറ്റ്സ് എ ബാഡ് ഐഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഇതായി ചെയ്യുന്നത്. Amanda? What? It's a bad idea. What's a bad idea?
അങ്ങനെ തിരിച്ച് അവർ ഒരു ഫ്ലൈറ്റ് കയറി വരുന്ന സമയത്ത് റൺവേയിൽ ക്രോസ് ചെയ്തിട്ട് നമ്മൾ അവർ കൂടെ വന്ന ഒരാളെ പിടിച്ച് തിന്നാൻ നോക്കുന്ന ആ ഒരു ഭീമൻ ഡൈനോസർ ടേക്ക് ഓഫിൻ്റെ സമയത്ത് അതിൻ്റെ മുകളിൽ ഇടിച്ചിട്ടാണ് ഈ ഫ്ലൈറ്റ് ക്രാഷ് ആവുന്നത്. ആ ഡൈനോസറാണ് ഈ പറഞ്ഞ സ്പൈനോസോറസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് മൂവിയിൽ കണ്ട പോലെ അല്ല റിയൽ ഡൈനോസർ, അതിൻ്റെതായ ചില മാറ്റങ്ങളുണ്ട്. ഇനി അടുത്ത വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു നെയിമാണ് മർഡർ മപ്പറ്റ് എന്ന് പറയുന്നത്. മർഡർ മപ്പറ്റ് എന്ന് പറയുന്ന ഡൈനോസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 201 മില്യൺ ഉള്ള ഒരു മുമ്പുള്ള ഒരു പ്രെഡേറ്റർ ആയിരുന്നു. ഇതിൻ്റെ വലിയ പ്രത്യേകത അതല്ല, ഇത് ഒരുപാട് മാസ് എക്സ്റ്റൻഷൻ, വലിയൊരു മാസ് എക്സ്റ്റൻഷൻ സർവൈവ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്നും ഡൈനോസേഴ്സ് ഒരു ഞൊട്ടിയാൽ അല്ലെങ്കിൽ ഒരു തിരമാല വന്നാൽ, ഒരു വെള്ളപ്പൊക്കം വന്നാൽ ചത്തുപോകുന്ന ജീവികളല്ലായിരുന്നു. അവർ വളരെ ടഫായിരുന്നു, വളരെ ടഫ് സർവൈവേഴ്സ് ആണെന്ന് നമുക്കിൽ നിന്ന് മനസ്സിലാക്കാം. ഈ മർഡർ മപ്പറ്റ് എന്നുള്ള പേര് കൊടുത്ത് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ് ഇതിനാ പേരിട്ടത്. ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നു. ഇനി ഒരു വളരെ എനിക്ക് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല, ഒരു ന്യൂസ് കണ്ടിട്ടുള്ള ഒരു ഡിനോസറാണ് ന്യൂട്ടനോസോറസ് എന്ന് പറയുന്നത്. ഈ ന്യൂട്ടനോസോറസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ ലിസാർഡ് എന്നാണ്. ഇത് ജുറാസിക് അല്ല, ട്രയാസിക് കാലഘട്ടത്തിലുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മളെ യൂറോപ്പിൽ നിന്നാണ് ഈ ന്യൂട്ടനോസോറസ് എന്ന് പറയുന്ന ഡിനോസറിനെ കണ്ടെത്തിയിട്ടുള്ളത്. അതിന് മുമ്പ് ഞാൻ ഒരു ഇൻഫർമേഷൻ എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ബുക്ക് എടുത്ത് വെച്ചു. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ PSC ബുള്ളറ്റിനാണ്. 2026 ജനുവരി 15 PSC കേരള സർവീസ് പബ്ലിഷ് കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ന്യൂസാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഒരെണ്ണം ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം, ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ എഡിഷനിലുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് 2025 പുതിയതായി തിരിച്ചറിഞ്ഞ, സ്ക്രീനിലേക്ക് സ്വിച്ച് ചെയ്യാം, 2025 പുതിയതായി തിരിച്ചറിഞ്ഞ ഡൈനോസറിന് ന്യൂട്ടനോസോറസ് കാമ്പനസിസ് എന്നാണ് പേര് കൊടുത്തത്. ഇത് ഏത് ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥമാണ് പേര് നൽകിയെന്നാണ് ഉത്തരവ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഐസക് ന്യൂട്ടൺ. പക്ഷേ ഇത് തെറ്റാണ്. ആദ്യം നമുക്ക് ന്യൂട്ടനോസോറസ് എന്താണെന്ന് നോക്കാം, കാരണം അത് പറഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ. ഈ ന്യൂട്ടനോസോറസ് എന്നത് നമ്മുടെ ഈ താടിയല്ലേ, അതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ബേസിൽ തെറാപ്പോഡ് ഡിനോസറാണ്. ഇതൊരു ബേസിൽ തെറാപ്പോഡ് ഡിനോസറാണ് ഈ പറഞ്ഞിട്ടുള്ള ന്യൂട്ടനോസോറസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് ശരിക്കും നിർദ്ദേശിച്ചത് ഏകദേശം 100-125 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പേര് നിർദ്ദേശിച്ചത്. അത് ശരിക്കും ഡിസ്ക്രൈബ് ചെയ്തത് എഡ്വിൻ ചുളി ന്യൂട്ടൺ ആണ്. 1899 അദ്ദേഹം ആ ഒരു അതിൻ്റെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ന്യൂട്ടനോസോറസ് എന്നത് പലതവണ പുനർനവീകരിച്ചിട്ടുണ്ട്. കാരണം ഇതിന് പ്രധാന കാരണം ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനത്തെ ഒരു ഡിനോസർ ആണെന്നുള്ളതിന് യാതൊരു പ്രൂഫും ഇല്ല. ഞാനത് കണ്ടപ്പോൾ ഭയങ്കര മസ്കുലറാണ്. ഇതിൻ്റെ കാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ 4 വിരലുകളുണ്ട്, കൈക്ക് 4 വിരലുണ്ട്, പിന്നെ വേറെ ഭയങ്കര ബോഡി, കഴുത്തിൻ്റെ മോൾ ഭാഗത്തൊക്കെ ഭയങ്കര, ഇതൊരു ചിത്രകാരൻ്റെ ഭാവനയിലുള്ളതാണ്. ഓക്കെ, കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ചിത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ആകെ കിട്ടിയത് വളരെ കുറച്ച് ഫോസിൽ ഫ്രാഗ്മെൻറ്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് ഈ താടിയിലെ ചെറിയൊരു പീസ് ഇത്രയുള്ള, ഞാൻ ചിത്രം കാണിക്കാം. പിന്നെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സയൻറ്റിസ്റ്റുകൾക്ക് മൊത്തത്തിലൊരു ഡൗട്ടായി, ഇത് വേറെ വല്ല ഡൈനോൻ്റെ ഫോസിലാണോ, അവിടെ നിന്നും കിട്ടിയതാണോ, ഇതിൻ്റെ കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഒരു മനുഷ്യൻ്റെ ബോഡീൻ്റെ ചെറിയൊരു പീസെങ്കിലും കിട്ടിയാൽ അത് നമുക്ക് അനലൈസ് ചെയ്തിട്ട് എത്ര വർഷം, എത്ര വലുതായതാണ്, എത്ര ഏജ് ഉണ്ട്, അതിന് എത്രത്തോളം മറ്റ് ബോഡി പാർട്സിൻ്റെ ആവറേജ് ഡയമെൻഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ അത് വെച്ചിട്ട് ഇതിനെ ഒരു 5 മുതൽ 7 മീറ്റർ നീളമുണ്ടെന്ന് കണക്കാക്കുന്നു. ഏതായാലും വൺ ഓഫ് ദ ലാർജസ്റ്റ് തെറാപ്പോഡ് ഓഫ് ദ ലാസ്റ്റ് ടെറാസിക് കാലഘട്ടത്തിലുള്ള ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് തെറാപ്പോഡ്. ഈ തെറാപ്പോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ശരിക്കും? പ്രധാനമായും തെറാപ്പോഡ് എന്ന് പറഞ്ഞാൽ ഡിനോസറുകളിൽ ഒരു വിഭാഗമാണ്. ഇതൊരു ഗ്രീക്ക് വാക്കാണ്. ഈ തെറാപ്പോഡ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കാൽ എന്നാണ് ഇതിൻ്റെ ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറാപ്പോഡുകൾക്ക് പ്രധാനമായും 2 കാല്, അതായത് ബൈപ്പഡൽസ് ആയിരിക്കും, 2 കാലിൽ നടക്കും. പിന്നെ 3 വിരലുകളുണ്ടാവുക. ഈ ചിത്രത്തിലുള്ള 4 ഉണ്ടാവില്ല, 3 വിരലുകളുണ്ടാവുക. വേഗത്തിൽ ഓടാൻ കഴിയും, കൂർത്ത പല്ലുകളുണ്ടാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. അതായത് ഇപ്പോൾ നമ്മൾ മാംസഭോജികളായിട്ടുള്ള ടീറക്സ്, വെലോസോസിറാപ്റ്റർ, വെലോസോറസ് തുടങ്ങിയ പ്രശസ്തമായ ഇതൊക്കെയാണ് പ്രശസ്തമായ തെറാപ്പോഡുകൾ. നമുക്കറിയുന്ന ഒരുവിധം എല്ലാ സൂപ്പർ ഡിനോസറുകളും തെറാപ്പോഡുകളായിരിക്കും. ഇനി നമ്മുടെ കോഴിയൊക്കെ തെറാപ്പോഡാട്ടോ, കാരണം 3 കാലുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ആധുനിക പക്ഷികൾ തെറാപ്പോഡ് ഡിനോസറുകളിൽ നിന്ന് പരിണമിച്ചവരാണ്. അതിനാൽ തന്നെ പക്ഷികളെ ജീവിച്ചിരിക്കുന്ന തെറാപ്പോഡുകളായിട്ട് ഇന്നും കണക്കാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും മാംസഭോക്കുകളായിരിക്കും. ചില ഇനങ്ങൾ മാത്രമായിരിക്കും സസ്യം കഴിക്കുന്നത്, അതായത് ഹെർബിവോറസ് കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഒമ്നിവോറുകളുണ്ട്, അതായത് കുറച്ചെണ്ണം ഒമ്നിവോറുകളായി പരിണമിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് ജിമ്മിയും അവരൊക്കെ ഓടി വരുന്ന സമയത്ത് ജുറാസിക് പാർക്ക് ഫസ്റ്റിൻ്റെ അകത്ത് ഓടി വരുന്ന ഗാലമിനസ് എന്ന് പറയുന്നിട്ടുള്ള ആ ഡൈനോസേഴ്സൊക്കെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന തെറാപ്പോഡുകളാണ്. സോ കാലഘട്ടം ഏകദേശം 230 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രയാസിക് കാലഘട്ടത്തിലാണ് ഇതിനെ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ആ സമയത്താണ് കണ്ടത്. ചുരുക്കി പറഞ്ഞ പക്ഷികളുടെ പോലെ 2 കാലിൽ സഞ്ചരിക്കുന്ന മാംസം തിന്നുന്ന ദിനോസറുകളാണ് തെറാപ്പോഡ്. സോ ബാക്ക് ടു ന്യൂട്ടനോസോറസ്. നമ്മൾ ന്യൂട്ടനോസോറസിൻ്റെ നെയിമിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. സോ എഡ്വിൻ ചുള്ളി ന്യൂട്ടൺ
എന്നൊരു ബ്രിട്ടീഷ് പാലന്റിയോളജിസ്റ്റ്, അത് എഡ്വിൻ ടുള്ളി ന്യൂട്ടൻ്റെ ബഹുമാനാർത്ഥം 2025 സെപ്റ്റംബറിലാണ് ഔദ്യോഗികമായി ഈ ഒരു പേര് ഇതിന് കൊടുക്കേണ്ടത്, ന്യൂട്ടനോസോറസ്. അല്ലാണ്ട് നമ്മൾ ഐസക് ന്യൂട്ടൺ അല്ല. ഇതിൻ്റെ അകത്ത് ഐസക് ന്യൂട്ടൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. ആ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കൊടുക്കുന്നതായിരിക്കും. അടുത്തത് സെഗ്മെൻറ്റ് 5, ഡൈനോസേഴ്സ് വർ നോട്ട് ബോറിംഗ്. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഡള്ളായിട്ടല്ല അവരിരുന്നത്. മൂവിയിലൊക്കെ ഡൈനോസർ ഗ്രേ ആണ്, അല്ലെങ്കിൽ ഒരു പച്ച കളർ പോലത്തെ ഒരു ഇരുണ്ട വലിയ, പിന്നെയും ബ്ലൂവിനൊക്കെയാണ് കുറച്ചുകൂടി കാണാൻ രസമുള്ളത്. എന്നാലും അവരങ്ങനെയല്ല, ശരിക്കും അവർ ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ആയിരിക്കാം. ഈ ഡൈപ്പോലോഡോക്കസിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു 2025. അതായത് അതിൻ്റെ പിഗ്മെൻറ്റ് സെൽസ് കാണാൻ പറ്റി. അതിന് ബേർഡ് ലൈക്ക് സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായത്. സോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഡൈനോസേഴ്സ് മേ ബി കളർഫുൾ ആയിരിക്കാം, ഭയങ്കര ഷൈനി ആയിരിക്കാം, ലൈക്ക് റെയിൻബോ. എനിക്ക് തോന്നുന്നു നമ്മൾ മയിലിനെയൊക്കെ പോലെ ഭയങ്കര ഷൈനി ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ ഉണ്ടാവും? ഇത്ര ബ്യൂട്ടിഫുൾ അല്ല നിങ്ങളിപ്പോൾ കണ്ട പോലെ, ബട്ട് ഒരു മയിലിനെയൊക്കെ പോലെ നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്. മയിലിനെ പോലെ ഭയങ്കര ഇതിൽ പീലിയില്ല, ഇങ്ങനെ തൂവലൊക്കെയുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെലോസിറസ് റാപ്റ്ററിനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. അടുത്തതായിട്ട് ഇവർക്കുള്ളൊരു പ്രത്യേകതയായിരുന്നു ഫാസ്റ്റ് ഹീലിംഗ് എന്ന് പറയുന്നത്. അതായത് ടീറക്സിൻ്റെ ഫോസിൽസ്, സ്കോട്ടി എന്ന് പറയുന്ന ഒരു ഫോസിലുണ്ട്, അതിൻ്റെ ബ്ലഡ് വെസൽസിനെ കുറിച്ചുള്ള സ്ട്രക്ചർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കാണിച്ചത് ബേർഡ്സിനെ പോലെയുള്ള ഒരു മെറ്റബോളിസം ആണ് ഇതിനുള്ളത്. സോ വളരെ ഫാസ്റ്റായിട്ട് ഒരു ബൈറ്റ് കിട്ടി മുറിഞ്ഞാലും അല്ലെങ്കിൽ ഒരു അടിപിടി കൂടിയാലും ആ മുറിവൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഹീൽ ചെയ്യുന്നൊരു സംവിധാനം ഇവർക്കുണ്ടായിരുന്നു. പിന്നെയാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിനോസറിൻ്റെ ഒരു ഫീച്ചർ കണ്ടെത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാനുള്ളൊരു കഴിവ്. ഡാൻസിങ് ഡിനോസർ, അതായത് കൊളറാഡോ ഡിസ്കവറീസ് ആണ് കേട്ടോ, വെറുതെ നമ്മൾ കിട്ടിയ ഇൻഫർമേഷനാണ്. കൊളറാഡോ എന്ന് പറയുന്നത് ഒരു ഹോട്ട്സ്പോട്ടാണ്. സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് ഡിസ്കവറീസ് നടത്തിയിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട്സ്പോട്ടാണ്. സോ ഗ്രൗണ്ട് മാർക്സ് പറയുന്നത് 100 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു മേറ്റിംഗ് ഡാൻസിങ് ബിഹേവിയർ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതൊരു മോഡേൺ ബേർഡ്സിൻ്റെ ഒരു ഇതുമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വെലോസിറസ് റാപ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പീരി ഉയർത്തി ഡാൻസ് കളിക്കുന്നൊന്ന് ഓർത്ത് നോക്കിക്കാം. അത്തരത്തിലുള്ള ഒരു ഡാൻസിങ് ബിഹേവിയർ ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇനി നമ്മുടെ ഡിനോസറിൻ്റെ ഇതിലേക്കും AI വരികയാണ്. ഡിസ്കവറി AIയിൽ വന്നിരിക്കുന്ന ഡിസ്കവറി 2026 AI അതൊരു AI ടൂളാണ്, ഡൈനോ ട്രാക്കർ എന്ന് പറഞ്ഞൊരു AI ടൂള്. അതിൻ്റെ ഫുഡ് പ്രിൻറ്റ്സ് അനലൈസ് ചെയ്യാൻ പറ്റുന്നു. 90% ഇത് ബേർഡ്സ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡൈനോസേഴ്സ് ആർ ലൈക്ക് ബേർഡ്. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ എന്നെ ഓടിപ്പിക്കും. സോ ഇതിൻ്റെ ഈ ടൂൾ യൂസ് ചെയ്യുന്ന താല്പര്യമുള്ള ലിങ്ക് നമ്മുടെ ബ്ലോഗിൽ കയറിയാൽ മതി. ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ പറയുന്ന എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി നിങ്ങൾ ചെക്ക് ചെയ്യാം. നിങ്ങൾക്കത് ഓപ്പൺ സോഴ്സ് ആണ്, അത് ഗിറ്റ് ഹബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാം. ഇനി അതിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റഡി നടത്താം കേട്ടോ. ഇനി സെഗ്മെൻറ്റ് 6 ദ ഫ്യൂച്ചർ ഓഫ് ഡൈനോസർ സയൻസ് എന്താണെന്നുള്ളതാണ്. നെക്സ്റ്റ് ഡിസ്കവറീസ് എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ആഫ്രിക്കയിൽ വരുന്നുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട്, അന്റാർട്ടിക്ക. കാരണം ഐസ് മെൽറ്റിംഗ് കാരണം പുതിയ കുറേ ഫോസിൽസ് എക്സ്പോസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് വരുന്നുണ്ട്. പിന്നെ ടെക്നോളജിയിൽ ടോട്ടലി ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൽ ഓൾഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജുറാസിക് പാർക്ക് ഫസ്റ്റിൽ കാണുന്ന പോലെ ബ്രഷൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരക്കിലും ഡിഗ് ചെയ്യലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഫോസിൽസ് പൊട്ടിപ്പോകാനോ നഷ്ടപ്പെടാനോ മിസ്സായി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പുതിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി ഉണ്ട്. പിന്നെ LDRും നിങ്ങൾക്കറിയാം, അതായത് റഡാർ അല്ല, LDR എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് അല്ല, ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അതേപോലെ തന്നെ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ് റഡാർ. ഇപ്പോൾ നമ്മൾ LDR ഉപയോഗിക്കുന്നത്. അതേപോലെ AI പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, 3D സ്കാനിങ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഫോസിൽസ് ഹണ്ടിങ് എന്ന് പറയുന്നത് ഇന്ന് ഒരു സാധാ ഒരു മേഖലയല്ല, ഇതൊരു ടെക് മേഖലയായിട്ട് മാറിയിരിക്കുന്നു. അതിനകത്ത് ഒരുപാട് ടെക്നോളജി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന ഡ്രീം നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് മൈക്കൽ ക്രിപ്റ്റൺ ആയിരുന്നു. അത് ഡയറക്ടർ ബൈ സ്റ്റീഫൻ സ്പിൽബർഗ്, ജോ ജോൺസൺ, പിന്നെ അല്ലെങ്കിൽ കൊളിൻ ട്രൂവോർ, നമ്മുടെ ജുറാസിക് വേൾഡൊക്കെ ചെയ്തിട്ടുള്ളത്. സോ ഇതിലൊക്കെ മൂവി പറയുന്നത് DNA ക്ലോണിങ്, ഡിനോസർ പാർക്ക് ഉണ്ടാക്കുന്നതൊക്കെയാണ്. പക്ഷേ നമ്മുടെ റിയാലിറ്റിയിൽ DNA ക്ലോണിങ് ഇമ്പോസിബിൾ ആണ്. അതേപോലെ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് റിയൽ ആണ്. പിന്നെ എവല്യൂഷൻ റിവേഴ്സൽ പോസിബിൾ ആണ്. DNA എക്സ്റ്റിങ്ഷൻ ഈസ് ഹാപ്പനിങ്. വൺസ് അഗെയിൻ ആൻഡ് അഗെയിൻ സാഡ്ലി ഡൈനോസേഴ്സ് ഒരിക്കലും തിരികെ വരില്ല. ബട്ട് അവരുടെ കഥ ഇപ്പോൾ തുടങ്ങുകയാണ്. സയൻസ് ഈസ് റീറൈറ്റിംഗ് ദി ഹിസ്റ്ററി. Technology is unlocking the evolution. Jurassic Park give us an imagination. Science give us a reality. So, ഇതൊരു ഫിക്ഷൻ അല്ല. This is not a fiction anymore. This is real Jurassic era.
സോ ഐ എം അഗിൻ ശ്രീധർ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് ട്രെൻഡ്സ് ബൈ അഗിൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇത്തരം വീഡിയോസിന് റീച്ച് ഉണ്ടാവില്ല, അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തില്ല. എവിടെ എത്താണ്ട് അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒന്നുമില്ലാണ്ടായി ഇപ്പം. സോ കൂടുതൽ ഇൻഫർമേഷൻ, കൂടുതൽ രസകരമായ അറിവുകൾ അബൌട്ട് ഡൈനോസേഴ്സ് ആൻഡ് ജുറാസിക് പാർക്ക് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി പാർട്ട് 3 കാണാം.